നമസ്കാരം. മംഗള ന്യൂസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ബിനി പ്രേംരാജ്. ഇസ്രായേൽ പ്രതിരോധ സേനയുടെ ആക്രമണത്തിൽ ഹമാസ് നേതാക്കൾ തുടർച്ചയായി മരിക്കുന്നത് നേതൃത്വത്തിന്റെ പിടിപ്പുകേടിനെയാണ് സൂചിപ്പിക്കുന്നതെന്ന് റിപ്പോർട്ട്. കൂടാതെ വടക്കൻ ഗാസയുടെ നിയന്ത്രണം ഹമാസിന് പൂർണ്ണമായി നഷ്ടപ്പെട്ടതായാണ് വിവരം. ഇതോടെ ഹമാസിന്റെ മുതിർന്ന നേതാക്കൾ തെക്കൻ ഗാസയിൽ ഒത്തുചേരുമെന്നും റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നു. ഇതിന്റെ സൂചനയാണ് തെക്കൻ ഗാസയിലെ ഖാൻ യൂനിസ് ലക്ഷ്യമാക്കിയുള്ള ഇസ്രായേലിന്റെ വ്യോമാക്രമണം. ഹമാസിന്റെ മൂന്നാമത്തെ നേതാവ് അഹമ്മദ് ബഖർ കഴിഞ്ഞ ദിവസമാണ് ഇസ്രായേൽ വ്യോമാക്രമണത്തിൽ കൊല്ലപ്പെട്ടത്. ഹമാസ് പോളിറ്റ് ബ്യൂറോയിലെ അംഗമായിരുന്നു അദ്ദേഹം. ഹമാസ് സ്ഥാപകൻ ഷെയ്ഖ് അഹമ്മദ് യാസിന്റെ അടുത്ത അനുയായി കൂടിയായിരുന്നു അദ്ദേഹം. ഹമാസിന്റെ നോർത്തേൺ ബ്രിഗേഡ് കമാൻഡർ അഹമ്മദ് റന്തോർ, റോക്കറ്റ് ബ്രിഗേഡ് കമാൻഡർ അഹമ്മദ് സിയാം, ഹമാസ് ഭരണകൂടത്തിന്റെ തലവൻ അസം ഡാലിസ്, ഗാസയിലെ ഹമാസിന്റെ ശക്തി യഹിയ സിൻവാറിന്റെ കൂട്ടാളികളായ റൌക്കി മുഷ്ത, സമേഷ് സർജ, മിസൈൽ വിഭാഗത്തിന്റെ തലവൻ ഇമാൻ സിയാം, ഹമാസിന്റെ പ്രധാനമന്ത്രിയായി പ്രവർത്തിച്ചിരുന്ന അൽസാം ഡീലിസ്, ഹമാസിന്റെ മാധ്യമ വിഭാഗം കൈകാര്യം ചെയ്തിരുന്ന മാത്സഫ സൗഫ്, പോളിറ്റ് ബ്യൂറോ അംഗങ്ങളായ ഒസാമ മസിനി, ഗമീല ഷാദി, സക്കറിയ അബു, മാമർ, ജവാദ് അബു ഷാംല എന്നിവരടങ്ങിയ നേതൃനിര ഇസ്രായേൽ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടു. ഇതോടെയാണ് അവശേഷിക്കുന്ന ഹമാസ് നേതാക്കളും മുതിർന്നവരും തെക്കൻ ഗാസയിലേക്ക് ചേക്കേറുന്നതെന്നാണ് റിപ്പോർട്ടുകൾ കാണിക്കുന്നത്. ഇതിന്റെ ഭാഗമായി യഹിയ സിൻവാർ ഗാസയിലെത്തിയെന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. വേഷം മാറിയാണ് ഗാസയിലെത്തിയതെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. അതേസമയം ഹമാസ് ഇസ്രായേലിനെ ആക്രമിച്ചതു മുതൽ ഉയർന്നു കേൾക്കുന്ന പേരാണ് ഹമാസ് സായുധ സംഘത്തിന്റെ തലവൻ യഹിയ സിൻവാറിന്റേത്. 1300 ഇസ്രായേലികളുടെ മരണത്തിന് കാരണമായ ഹമാസ് ആക്രമണത്തിന്റെ സൂത്രധാരൻ എന്നാണ് ഇയാളെ വിശേഷിപ്പിക്കുന്നത്. തിന്മയുടെ മുഖമെന്ന് ഇസ്രായേൽ അധികൃതർ ആരോപിക്കുന്ന യഹിയ സിൻവാർ ആരാണ്? ഗാസയിൽ കരയുദ്ധത്തിന് തയ്യാറെടുക്കുമ്പോൾ തങ്ങൾ നോട്ടമിട്ടവരിൽ പ്രധാനി എന്നാണ് ഇസ്രായേൽ സിൻവാറിനെ കുറിച്ച് പറയുന്നത്. 1962 ഈജിപ്തിന്റെ നിയന്ത്രണത്തിലുണ്ടായിരുന്ന ഗാസയിലെ ഖാൻ യൂനിസ് നഗരത്തിലാണ് സിൻവാർ ജനിച്ചത്. 24 വർഷത്തോളം ഇസ്രായേൽ ജയിലിലായിരുന്നു സിൻവാർ. അട്ടിമറി പ്രവർത്തനങ്ങളുടെ പേരിൽ 1982 സിൻവാർ ആദ്യമായി അറസ്റ്റിലാവുന്നത്. 2002 ഇസ്രായേൽ വധിച്ച സലാഹ് ഷെഹാദുമായി ചേർന്ന് പാലസ്തീനയിലെ മുന്നേറ്റങ്ങളിലെ ഇസ്രായേൽ ചാരന്മാരെ കണ്ടെത്താനുള്ള ഒരു സംഘത്തെ ഉണ്ടാക്കി. 1987 ഹമാസ് രൂപീകരിച്ചപ്പോൾ സിൻവാറിന്റെയും സലാഹ് ഷെഹാദിന്റെയും സംഘം അതിന്റെ ഭാഗമായി. 1988 വീണ്ടും അറസ്റ്റിൽ. 2 ഇസ്രായേൽ സൈനികരുടെയും 4 പാലസ്തീൻ പൗരന്മാരുടെയും കൊലപാതകത്തിൽ പങ്കുണ്ടെന്ന് ആരോപിച്ചായിരുന്നു അറസ്റ്റ്. ഇസ്രായേലിനു വേണ്ടി ചാരപ്രവൃത്തി നടത്തിയതിനാണ് 6 പേരെയും സായുധ സംഘം വധിച്ചത്. ഈ സംഭവത്തിൽ 4 ജീവപര്യന്തം തടവിനാണ് സിൻവാറിനെ ശിക്ഷിച്ചത്. 2006 ഹമാസിന്റെ ഈസത്ത് ദിനാം അൽക്കസാം ബ്രിഗേഡ് തുരങ്കം നിർമ്മിച്ച് ഇസ്രായേൽ ഭൂപ്രദേശത്ത് കയറി സൈനിക പോസ്റ്റ് ആക്രമിച്ചു. 2 സൈനികരെ കൊലപ്പെടുത്തി. ഒട്ടേറെ പേർക്ക് പരിക്കേറ്റു. ഗിലാദ് ഷാലിത്ത് എന്ന സൈനികനെ ബന്ദിയാക്കി. ഇയാളെ 5 വർഷം ഹമാസ് തടവിൽ വെച്ചു. 2011 ഗിലാദ് ഷാലിത്തിനെ മോചിപ്പിക്കുന്നതിന് പകരമായി ഹമാസ് ആവശ്യപ്പെട്ടത് സിൻവാറിനെ സ്വതന്ത്രനാക്കുക എന്നതായിരുന്നു. ഒടുവിൽ ഇസ്രായേലിന് ഹമാസിന്റെ ആവശ്യത്തിന് മുന്നിൽ കീഴടങ്ങേണ്ടി വന്നു. ഇതിനൊപ്പം 1027 പാലസ്തീൻ ഇസ്രായേലി അറബ് തടവുകാരെയും ഇസ്രായേലിന് മോചിപ്പിക്കേണ്ടതായി വന്നു. 2011 വരെ 22 വർഷമാണ് സിൻവാറിന് അന്ന് തുടർച്ചയായി ജയിലിൽ കഴിയേണ്ടി വന്നത്. പിന്നീട് ഹമാസിനുള്ളിൽ പെട്ടെന്നായിരുന്നു സിൻവാറിന്റെ വളർച്ച. ഹമാസിന്റെ സൈനിക വിഭാഗത്തിലായിരുന്നു സിൻവാർ പ്രവർത്തിച്ചത്. 2015 അമേരിക്കയുടെ അന്തർദേശീയ തീവ്രവാദി നോട്ടപ്പുള്ളികളുടെ പട്ടികയിൽ സിൻവാർ സ്ഥാനം പിടിച്ചു. 2017 ഇയാൾ ഹമാസിന്റെ തലവനാകുന്നത്. ഹമാസിന്റെ രാഷ്ട്രീയ വിഭാഗത്തിന്റെ തലവനായ ഇസ്മായിൽ ഹനിയയ്ക്ക് ശേഷം സായുധ സംഘത്തിന്റെ രണ്ടാമനാണ് സിൻവാർ. ഹനിയ ഒളിവിൽ കഴിയുമ്പോൾ ഗാസയുടെ അനൌദ്യോഗിക തലവൻ തന്നെയാണ് സിൻവാർ. ഇസ്രായേലുമായി ഒത്തുതീർപ്പിന് വഴങ്ങേണ്ടെന്നും സായുധ പോരാട്ടമാണ് ആവശ്യമെന്നും വാദിക്കുന്ന ആളാണ് സിൻവാർ. ഹമാസ് നേതൃത്വത്തോട് പൂർണ്ണ വിധേയത്വം അണികളിൽ നിന്ന് ആവശ്യപ്പെടുന്ന സിൻവാർ തീപ്പൊരി പ്രസംഗങ്ങളുടെ പേരിലും പ്രസിദ്ധനാണ്. ഗാസയിലെ ഇസ്ലാമിക് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് അറബിക് സ്റ്റഡീസിൽ ബിരുദമാണ് വിദ്യാഭ്യാസ യോഗ്യത. ചില അവസരങ്ങളിൽ സ്വന്തം അണികൾക്ക് നേരെയും കടുത്ത നടപടിയെടുക്കുവാൻ സിൻവാറിന് മടിയില്ല. ഹമാസ് കമാൻഡറായിരുന്ന മഹൂദ് ഇഷാൻവിയുടെ വധമാണ് ഇതിന് തെളിവായി ചൂണ്ടിക്കാണിക്കപ്പെടുന്നത്. 2015 ഇയാൾക്കെതിരെ പണാപഹരണ ആരോപണം വന്നു. തുടർന്ന് അടുത്ത വർഷം ഇയാളെ തൂക്കിലേറ്റുകയായിരുന്നു. പിന്നീട് ഇയാൾക്കെതിരെ സദാചാര വിരുദ്ധ കുറ്റങ്ങളും ആരോപിക്കപ്പെട്ടു. ഇതിൽ പ്രധാന ആരോപണം ഇഷാൻവി സ്വവർഗാനുരാഗിയാണ് എന്നതായിരുന്നു. യഹിയ സിൻവാറിനെ തിന്മയുടെ മുഖമെന്ന് വിശേഷിപ്പിച്ചത് ഇസ്രായേൽ ഡിഫൻസ് ഫോഴ്സ് വക്താവ് ലഫ്റ്റനന്റ് കേണൽ റിച്ചാർഡ് ഹെച്ച് ആയിരുന്നു. വേൾഡ് ട്രേഡ് സെന്റർ ആക്രമണത്തിന് നേതൃത്വം നൽകിയ ബിൻ ലാദനെ പോലെ ഇസ്രായേലിനെതിരെ നടന്ന ആക്രമണത്തിന്റെ ബുദ്ധി കേന്ദ്രമാണ് സിൻവാർ എന്നായിരുന്നു IDFന്റെ ആരോപണം. പാലസ്തീൻ പൗരന്മാരെ കൊലപ്പെടുത്തിയാണ് സിൻവാർ തന്റെ സ്ഥാനമുറപ്പിച്ചത്. ഇതാണ് ഇയാളെ ഖാൻ യൂനിസിലെ കശാപ്പുകാരനെന്ന് വിശേഷിപ്പിക്കുവാൻ കാരണം. സിൻവാറും അയാളുടെ സംഘവും ഞങ്ങളുടെ ദൃഷ്ടിയിലുണ്ട്. അയാളിലേക്കും ഞങ്ങൾ എത്തിച്ചേരും. ഇതൊരു നീണ്ട ശ്രമമാണ്, IDF വക്താവ് കൂട്ടിച്ചേർത്തു. ഹമാസ് ആക്രമണം നടന്ന സ്ഥലത്ത് നിന്ന് 75 മൈൽ അകലെയുള്ള ടെൽ അവീവിലെ ഇസ്രായേൽ പ്രതിരോധ മന്ത്രാലയത്തിന്റെ ചുവരിൽ ഒരു പോസ്റ്റർ പതിച്ചിട്ടുണ്ട്. വിവിധ ഹമാസ് കമാൻഡർമാരുടെ മുഖങ്ങൾ ഈ പോസ്റ്ററിൽ കാണാം.
ഇസ്രായേൽ കൊലപ്പെടുത്തിയ ഹമാസ് നേതാക്കളുടെ ഫോട്ടോയിൽ ചുവന്ന മഷി കൊണ്ട് 2 വരയും വരച്ചിട്ടുണ്ട്. തെരഞ്ഞുപിടിച്ച് വധിക്കുവാനുള്ള ഹമാസ് കമാൻഡർമാരുടെയും നേതാക്കന്മാരുടെയും മുഖങ്ങളാണ് ഇസ്രായേൽ പോസ്റ്ററാക്കി സൂക്ഷിച്ചിരിക്കുന്നത്. ഇതിൽ ഏറ്റവും മുകളിലായി ഒരു ഫോട്ടോ പതിച്ചിട്ടുണ്ട്. താഴെ അയാളുടെ പേരും യഹ്യ സിൻവാർ. ഒക്ടോബർ 7-ന് ശേഷം ഇസ്രായേലിന്റെ ഉറക്കം കളഞ്ഞ പേരാണിത്. മൊസാദിന്റെ കണ്ണുവെട്ടിച്ച് അയൺ ഡോമുകളാൽ ചുറ്റപ്പെട്ട ഇസ്രായേലിൽ ഹമാസ് നടത്തിയ മിന്നലാക്രമണത്തിന്റെ സൂത്രധാരൻ എന്നാണ് യഹ്യ സിൻവാറിനെ വിശേഷിപ്പിക്കുന്നത്. ഒരു ചെറിയ ഹിറ്റ്ലറെ പോലെ തന്റെ ബങ്കറിനുള്ളിൽ ഒളിച്ചിരിക്കുകയാണ് അയാൾ എന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പരിഹസിച്ചിരുന്നു. സ്വന്തം രാജ്യം ദുരിതം അനുഭവിക്കുമ്പോൾ ഏതോ രാജ്യത്ത് സുഖജീവിതം നയിക്കുകയാണെന്നടക്കം ആരോപണങ്ങൾ ഉന്നയിച്ച് യഹ്യ സിൻവാറിനെ ജനങ്ങൾക്കിടയിൽ അപകീർത്തിപ്പെടുത്തുന്നതടക്കം ഇസ്രായേലിന്റെ പരിശ്രമങ്ങൾ ചെറുതല്ല. ഹമാസിനെ തകർക്കുക എന്നത് മാത്രമാണ് തങ്ങളുടെ ലക്ഷ്യമെന്ന് ഇസ്രായേൽ ആവർത്തിച്ചു പറയുന്നുണ്ട്. ഈ ലക്ഷ്യത്തിന്റെ മുൻനിരയിലാണ് ഇസ്രായേൽ യഹ്യ സിൻവാറിന്റെ മുഖം പതിച്ചിരിക്കുന്നത്. എങ്ങനെയെങ്കിലും സിൻവാറിനെ പിടികൂടാനായത് ഹമാസിന്റെ നാശം അവിടെ തുടങ്ങുമെന്നാണ് ഇസ്രായേലിന്റെ പ്രതീക്ഷ. ഗസയിൽ കരയുദ്ധത്തിന് തയ്യാറെടുക്കുമ്പോൾ ഞങ്ങൾ നോട്ടമിട്ടവരിൽ പ്രധാനിയാണ് ഇയാളെന്ന് യഹ്യ സിൻവാറിന്റെ പേരുയർത്തിക്കാട്ടി ഇസ്രായേൽ പറഞ്ഞിരുന്നു. തിന്മയുടെ മുഖമെന്നാണ് ഇസ്രായേൽ യഹ്യ സിൻവാറിനെ വിശേഷിപ്പിക്കുന്നത്. എന്നാൽ ഫലസ്തീനിൽ യഹ്യ സിൻവാർ ഇസ്മായിൽ ഹനീഫയുടെ പിൻഗാമിയാണ്. പരിഹാസവാക്കുകൾ നിറച്ചും തങ്ങൾക്കൊരു ഭീഷണിയല്ല എന്ന് പറഞ്ഞ് തള്ളുമ്പോഴും ഹമാസ് സായുധ സംഘത്തിന്റെ തലവൻ എന്നതിനപ്പുറം ഇസ്രായേൽ യഹ്യ സിൻവാറിനെ പേടിക്കുന്നത് എന്തിനാണ്? നന്ദി, നമസ്കാരം.